ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഈ ഒരു ഞായറാഴ്ച മൂന്നാം വാരത്തെ ഞായറാഴ്ച റെക്കോർഡ് തൂക്കിക്കൊണ്ട് ഹെവി തിരക്കിലാണ്. ഒരു രക്ഷയുമില്ലാത്ത കൊടുമ്പിരിക്കൊണ്ട തിരക്കാണ് ലോകമെമ്പാടും. പ്രീ സെയിലിലൂടെ മാത്രം സിനിമ നേടിയിരിക്കുന്നത് 2,55,00,000-ഓളം. അതായത് അഡ്വാൻസ് സെയിലാണ് നടന്നിരിക്കുന്നത്. ഏകദേശം 1,60,000-ഓളം ടിക്കറ്റുകൾ ശനിയാഴ്ച തന്നെ വിറ്റുപോയിരിക്കുന്നു സിനിമയ്ക്ക്. ലോകമെമ്പാടും ഭീകര തിരക്ക് എന്ന് തന്നെ പറയാം. ഈ ഒരു ഞായറാഴ്ച റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് തൂക്കുകയാണ്. ഇതിനിടയിൽ സിനിമ ശനിയാഴ്ചത്തെ കളക്ഷനോട് കൂടി തന്നെ തുടരുമെന്ന ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ കടന്ന് ഇപ്പോൾ സിനിമ നിൽക്കുന്നത് ആ റേഞ്ചിലാണ്. അതായത് ഇനി അങ്ങോട്ട് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുക എന്നുള്ള ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ ഇത് ഉറപ്പായിരിക്കുകയാണ്. സിനിമയുടെ ആ ഒരു കളക്ഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് 242 കോടിയാണ് ഇനിയും തൊട്ടു മുന്നിലുള്ളത്. അതിന് തൊട്ടു മുന്നിൽ അല്ലെങ്കിൽ ഏറ്റവും കടക്കേണ്ടത് 263 കോടിയോളം എന്നുള്ള എമ്പുരാൻ്റെ കളക്ഷനുമാണ് ഇനി സിനിമയ്ക്ക് തീർക്കാനുള്ളത്. തുടരും ഓൾറെഡി തീർന്നു. 233 കോടിയായിരുന്നു തുടരുമെങ്കിൽ ഇന്ന് 237 കോടിക്ക് മുകളിലേക്ക് ലോക എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും സിനിമയ്ക്ക് ഭീകരമായിട്ടുള്ള തിരക്ക് തന്നെയാണ് കാണാനുള്ളത്. കൊച്ചിയിൽ നമുക്ക് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത ലെവലിലാണ്. ഏകദേശം ഒരു രക്ഷയുമില്ല. എല്ലായിടത്തും ഓറഞ്ച് അലേർട്ട്, അഡ്വാൻസ് സെയിലിലൂടെ തന്നെ സിനിമ പോവുകയാണ്. ഇന്ന് എക്സ്ട്രാ ഷോസിൻ്റെ അയ്യരുകളി തന്നെയായിരിക്കുമെന്ന് ഉറപ്പിക്കാം. ഇവയ്ക്ക് ശനിയാഴ്ച ദിവസത്തിൽ നേടാൻ കഴിഞ്ഞത് 5,30,00,000 രൂപയോളമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ട്രാക്ട് കളക്ഷൻസിലൂടെ 4,86,00,000 രൂപയോളമാണ് വന്നത്. അപ്പോൾ അതും തൂക്കിയിരിക്കുകയാണ്. സ്ഥിരമായിട്ട് 5 കോടിക്ക് മുകളിൽ, ഇതുവരെ 3 കോടിക്ക് മുകളിൽ കണ്ടിന്യൂസ് ആയി പോകുന്നു. ഇതെല്ലാം സർവ്വകാല റെക്കോർഡുകളായി സിനിമ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവയുടെ 17-ാം ദിനത്തെ എസ്റ്റിമേറ്റഡ് കളക്ഷനായി വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്ന് 5,30,00,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് 1,10,00,000 രൂപയ്ക്ക് മുകളിലും, കർണാടകത്തിൽ നിന്ന് 60,00,000 രൂപയും, തെലുങ്കിൽ നിന്ന് 40,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യ ഹിന്ദിയിൽ നിന്ന് 40,00,000 രൂപയോളം. അങ്ങനെ ഡൊമസ്റ്റിക്കിൽ നിന്ന് സിനിമ 8 കോടിക്ക് മുകളിലേക്ക് കയറി. സിനിമ 237, 238 കോടിയിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഞായറാഴ്ച ഒരു രക്ഷയുമില്ല എന്ന് തന്നെ പറയാം. ഇന്നും സിനിമ 5 കോടിക്ക് മുകളിലായിരിക്കാം കളക്ഷൻ വരാൻ പോകുന്ന കേരള ബോക്സ് ഓഫീസിൽ. ഒരു പക്ഷേ 7 കോടി വരെ ആ റേഞ്ചിലേക്ക് എത്താം. എന്തായാലും 5 കോടി തൊട്ട് 7 കോടിക്കിടയിലായിരിക്കും. എന്തായാലും തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലുമൊക്കെ വീണ്ടും 1 കോടിക്ക് മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം. ഞായറാഴ്ച അതിഭീകരമായി മാറുകയാണ്. ഇതൊരു റെക്കോർഡാണ്. ഒരു പക്ഷേ സിനിമയ്ക്ക് പല സ്ഥലങ്ങളിലും ആദ്യ ദിനങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ കളക്ഷനാണ്. ഇതിനോട് ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും, അതായത് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ സിനിമയുടെ ഷോ കൗണ്ടുകൾ കൂട്ടുന്നു. അത് ഒരു ഗംഭീര സംഭവമായി മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വേറൊന്നുമല്ല, ഒരു സിനിമ സാധാരണ റൺ ചെയ്ത് 10-15 ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് തളരുമെങ്കിൽ ഇവിടെ അത് ഓരോ ദിവസവും ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ സിനിമ 300 അല്ല 350 കോടി തൂക്കുമെന്നുള്ള റേഞ്ചിലേക്ക് പോവുകയാണ്. എന്താണേലും 50 ലക്ഷത്തോളം ഫുട്ഫോൾസാണ് ലോകയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ലഭിച്ചിരിക്കുന്നത്. GCC രാജ്യങ്ങളിൽ നിന്നും സിനിമ ഇതിനോടകം തന്നെ 8 ലക്ഷത്തിനടുത്തുള്ള ഫുട്ഫോൾസ് ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകളിൽ. അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ട് സിനിമ ഇതാ 250 കോടിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കട്ട സപ്പോർട്ട് വേണം. അടിച്ച് തൂക്കട്ടെ, പറന്ന് കയറട്ടെ. 300 കോടിയിലേക്ക് ഇനിയുള്ളത് കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന സ്കോറായ 263. അതെ, ഇനിയും വരാൻ പോകുന്ന 2 ദിവസം മാക്സിമം ചൊവ്വാഴ്ചക്കുള്ളിൽ സിനിമ കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറാകുന്ന സിനിമയായി മാറും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടി പറയുന്നു, സപ്പോർട്ട് വേണം.